ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ ക്യാരറ്റ് വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനും നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് എന്താ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് തന്നെ എടുക്കുക. ഗ്രേറ്റ് ചെയ്തത് എടുത്താലുള്ളൂ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ നെയ്യിലേക്ക് ഇട്ടിട്ടുള്ള ക്യാരറ്റ് നന്നായി ഒന്ന് നമുക്കിതിൽ മിക്സ് ചെയ്തെടുക്കാം. ഈ ക്യാരറ്റ് നമുക്ക് ഈ നെയ്യിലിട്ടിട്ട് കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 3 കപ്പ് പാലാണ് കേട്ടോ. അപ്പോൾ ഫുൾ ഫാറ്റ് മിൽക്കാണ് ഞാനിവിടെ ചേർക്കുന്നത്. 250 ml കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അങ്ങനെ 3 കപ്പ് പാല് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ 3 കപ്പ് പാല് ചേർത്താൽ ഈ പാല് വറ്റി വരുന്നത് വരെയാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ക്യാരറ്റ് നന്നായി ഇങ്ങനെ ഇതിൽ കുക്കായി വരും. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ചിലർക്ക് ക്യാരറ്റ് ഇങ്ങനെ കടിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു 2 കപ്പ് പാലൊഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ 3 കപ്പ് പാലൊഴിച്ചിട്ടുണ്ട്. എനിക്ക് നന്നായി കുക്കായതിന് ശേഷം കഴിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ ഈ പാലൊക്കെ ഒന്ന് വറ്റി വരണമല്ലോ. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് തന്നെയാണ് ഞാനിത് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് പാലും ക്യാരറ്റൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിങ്ങനെ തിളച്ച് വരണം. ഇങ്ങനെ പാല് വറ്റി വരണം. അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ഇളക്കണമെന്നില്ല. ഇടയ്ക്കിടയ്ക്കൊന്ന് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ നോൺ സ്റ്റിക്ക് പാൻ ആകുമ്പോൾ പേടിക്കാനുമില്ല, അടി പിടിക്കുകയൊന്നുമില്ലല്ലോ. അപ്പോൾ ഏകദേശം ഈ പാലൊക്കെ ഇങ്ങനെ തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരം ചേർത്ത് കൊടുക്കാം. അപ്പോൾ എത്ര ടേബിൾ സ്പൂൺ മധുരം ചേർക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എത്ര മധുരം വേണോ അതിനനുസരിച്ച് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് പഞ്ചസാര ചേർത്തിട്ട് നിങ്ങൾക്കിത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ പഞ്ചസാരൻ്റെ അളവ് ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇവിടെ മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യുന്നില്ല, പഞ്ചസാര മാത്രമാണ് ചേർത്തിട്ടുള്ളത്. ഇപ്പം നമ്മളുടെ പാലൊക്കെ ഇങ്ങനെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യിൽ നമ്മുടെ പീനട്ട് ഫ്രൈ ചെയ്തെടുത്തതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ പീനട്ടോ അല്ലെങ്കിൽ ക്യാഷോ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു നട്ട്സ് ചേർത്ത് കൊടുത്താൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അപ്പോൾ നട്ട്സൊന്നും ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ പ്ലെയിനായി കഴിക്കാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അതായത് പാലൊക്കെ നന്നായി വറ്റി വരുന്ന ടൈമിലാണ് കേട്ടോ ഇത് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മളുടെ ക്യാരറ്റ് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചട്ടിയിൽ നിന്നൊക്കെ വിട്ട് കിട്ടുന്ന രീതിയിലായിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ് ഹൽവ എന്ന് വെച്ചാൽ സ്പൂൺ വെച്ച് കഴിക്കുന്ന രീതിയിലാണല്ലോ. അതുകൊണ്ട് തന്നെ ഒരുപാട് കട്ടിയാക്കണ്ട. നമ്മളിങ്ങനെ സ്പൂൺ വെച്ച് കഴിക്കുന്ന രീതിയിലാവുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ചട്ടിയിൽ നിന്ന് വിട്ട് കിട്ടുമ്പോൾ നിങ്ങൾക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം. തണുത്തതിന് ശേഷം കഴിക്കുന്നതും ടേസ്റ്റാണ്, ചെറു ചൂടോടെ കഴിക്കുന്നതും ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മളുടെ ക്യാരറ്റ് ഹൽവ ഇതവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഹെൽത്തി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.